ഹലോ ഫ്രണ്ട്സ്, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകളുടെ സഹായം കൂടാതെ തന്നെ നിങ്ങളുടെ സാംസങ് മൊബൈലിൽ നിന്നുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മെസ്സേജ് കണ്ടൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പാണ് അല്ലെങ്കിൽ എന്താണ് എവിടെയാണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ന്യൂ മെസ്സേജ് അല്ലെങ്കിൽ ഈ കീബോർഡ് വന്നു കഴിയുമ്പോൾ കീബോർഡിൻ്റെ ഇവിടെ കാണുന്ന ഈ ടോപ്പിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ കാണാം ഫ്ലോട്ടിംഗ് കീബോർഡ്, സെർച്ച്, ട്രാൻസ്ലേറ്റ് ഇങ്ങനെ തുടങ്ങിയ ഓപ്ഷനുകൾ നിങ്ങൾക്കിവിടെ കാണാം. നിങ്ങൾക്കിവിടെ നിന്നുകൊണ്ട് യൂട്യൂബ് വീഡിയോകൾ പോലെ ഷെയർ ചെയ്യാവുന്നതാണ്, നേരിട്ട് ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഇവിടെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ഗൂഗിൾ ട്രാൻസ്ലേഷൻ. നിങ്ങൾ ഗ്രാമർ ചെക്കിംഗ് വേണമെങ്കിൽ ഗ്രാമർ ചെക്കിംഗ് കൊടുക്കാം. വോയിസ് ഇൻപുട്ട് വേണമെങ്കിൽ വോയിസ് ഇൻപുട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മെസ്സേജ് കണ്ടൻറ്റ് ഈ പോർഷനിൽ നിങ്ങൾ എൻ്റർ ടെക്സ്റ്റ് ടു ട്രാൻസ്ലേറ്റ് എന്നുള്ള പോർഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യമാകുന്ന ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കീബോർഡിൻ്റെ താഴെ കാണുന്ന ട്രാൻസ്ലേറ്റ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ടൈപ്പ് ചെയ്ത ആ വേർഡിൻ്റെ മലയാളം പദം മുകളിൽ വന്ന് കിടക്കുന്നുണ്ട്, നിങ്ങളുടെ മെസ്സേജ് ബോക്സിലുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിലേക്ക്, നിങ്ങൾക്ക് ആവശ്യമാകുന്ന ലാംഗ്വേജിലേക്ക് നിങ്ങളുടെ വാക്കുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.